എല്ലാവർക്കും നമസ്കാരം. ജമീലാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് പൊട്ടിയപ്പമാണ്. ഇതിന് പൊട്ടിയപ്പം എന്നും ഇവിടെ 6-ാം നമ്പർ എന്നും ഒക്കെ പറയും. പണ്ടൊക്കെ കല്യാണപ്പുരകളിലൊക്കെ തലേ ദിവസം ഈ പൊട്ടിയപ്പം മുറിക്കൽ പതിവായിരുന്നു. അത്താഴത്തിൻ്റെ അന്ന് എല്ലാ വീടുകളിലും പൊട്ടിയപ്പം മുറിക്കൽ ഭയങ്കര നിർബന്ധമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. ഇത് ഈ കടകളിലൊക്കെ കിട്ടുന്ന ഒരു ഇളം മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പൊട്ടിയപ്പമാണ്. ഇത് നമുക്ക് വീടുകളിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ജമീലാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, പിന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റും അറിയിക്കുക. ഇനി നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ 200 ഗ്രാം മൈദ ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് എള്ള് 1 ടേബിൾ സ്പൂൺ എള്ളാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതൊക്കെ ഓരോരുത്തരെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. പിന്നെ പണ്ടൊക്കെ ഈ പൊട്ടിയപ്പം മുറിക്കുമ്പോൾ കരിഞ്ചീരകമാണ് സാധാരണ ഇടുന്നത് കാണാറ്. ഇപ്പോൾ ഒക്കെ എള്ളാണ് എല്ലാവരും ഇടുന്നത്. പിന്നെ ഞാനിതിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പഞ്ചസാര ഇതിൽ ഉരുക്കിപ്പായിരുന്നില്ല. അതുകൊണ്ട് ഒരു ഇളം മധുരമുള്ള പൊട്ടിയപ്പം നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടൂല. ആ പൊട്ടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്പം ഒരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. അല്പം പശു നെയ്യാണ് ഞാൻ ഇട്ടിട്ട് കൊടുത്തത്. പിന്നെ ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇത് ഞാൻ പഞ്ചസാര ഇട്ടത് നിങ്ങൾ പഞ്ചസാര ഉരുക്കി ലായനി പാരുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ നല്ലൊരു ഇളം മധുരമുള്ള നല്ലൊരു ടേസ്റ്റിയായ പൊട്ടിയപ്പം കിട്ടില്ല. ആ പൊട്ടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ആ പൊട്ടിയപ്പത്തിനാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ പഞ്ചസാര ഉരുക്കിപ്പാർന്നിട്ടാണ് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വെറും ഉപ്പും എള്ളും മൈദയും മാത്രം വെള്ളം പാർന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്കിനി ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ കുഴച്ചെടുക്കാം. അല്പം കൂടി പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് കുഴച്ചെടുക്കാം. ഇത് വെള്ളം കൂടിപ്പോയാൽ പൊടി ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം കുറഞ്ഞു പോയാൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. ഇനി ആ ചപ്പാത്തിക്ക് കുഴക്കുന്ന അതേ രീതിയിൽ നമുക്കിത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പലകയുടെ മുകളിലിട്ട് കുഴച്ചെടുക്കാം. നല്ലവണ്ണം കുഴച്ചെടുക്കാൻ നമുക്ക് പാത്രത്തിലേക്കാട്ടോ എളുപ്പം. ചപ്പാത്തി പലകിൻ്റെ മുകളോ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളോ അങ്ങനെ ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നതാണ്. ഇവൻ ഞാൻ ഒരു ഉരുട്ടയെടുത്ത് ഇതിൻ്റെ മുകളിൽ പരത്തിയെടുക്കും. വലിയൊരു ചപ്പാത്തി പലകയോ ടേബിളിൻ്റെ മുകളോ ഒക്കെ ഇടുന്നതാണെങ്കിൽ ഇത് ഒരുപാട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. എൻ്റെ അടുത്തുള്ള ചപ്പാത്തി പല ചെറുതായതുകൊണ്ട് ഇത് കുറച്ചാണ് എനിക്ക് മുറിച്ചെടുക്കാൻ പറ്റും. നമ്മളൊക്കെ ടേബിളിൻ്റെ മുകളിലും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലും ഒക്കെ പരത്തുന്നതാണെങ്കിൽ നമുക്ക് വീതിയിൽ പരത്തിയെടുത്തിട്ട് ഒരുപാട് മുറിച്ചെടുക്കാം. ഇതെൻ്റെ അടുത്തുള്ള ചപ്പാത്തി പല ചെറുതായതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചാണ് മുറിച്ച് കിട്ടുകയുള്ളൂ. മറ്റേത് പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാൻ സാധിക്കും. ഇനി എത്രയും കട്ടി കുറച്ച് നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തി പലകേൻ്റെ മുകളിൽ പുറത്ത് പോയാലും നമുക്ക് കട്ടി കുറഞ്ഞെടുത്ത് മുറിച്ചെടുത്താൽ മതി. നല്ലവണ്ണം നൈസായി മുറിച്ചെടുത്ത് വെക്കണം. കട്ടി കൂടിയാൽ അത് പൊരിച്ചെടുത്താലൊക്കെ അതൊരു ടേസ്റ്റ് കുറയും. നമുക്ക് എത്രയും പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും പരത്തിയെടുക്കാം. ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് ഇളം മധുരമുള്ള നല്ലൊരു ടേസ്റ്റുള്ള പൊട്ടിയപ്പമാണ്. ഇതിൻ്റെ മുകളിൽ പഞ്ചസാര ലായനി ഒഴിക്കുകയൊന്നും വേണ്ട. അത് കാണുമ്പോൾ തന്നെ അറിയാം എത്രയോ കട്ടി കുറച്ചാണുള്ളത്. അത് ഞാൻ കട്ടി കുറയുന്നവരെ പരത്തിയത് കൊണ്ട് പുറത്തായതാണ്. ഇനി നമുക്കിത് കത്തി വെച്ച് ഇത് മുറിച്ചെടുക്കുമ്പോഴൊക്കെ നീങ്ങിപ്പോവും. എന്താണെന്ന് വെച്ചാൽ അത്രയും കട്ടി കുറച്ചാണ്. അതുകൊണ്ട് അതാണ് മുറിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നത്. നമ്മൾ കൈവച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ തിരിച്ച് മുറിക്കുമ്പോഴും നീങ്ങാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതിനൊന്നും സാരയിൽ അതൊക്കെ നമ്മൾ നീർത്തെടുത്ത് വെച്ചാൽ മതി. ഇനി ഈ വക്കത്തുള്ളതൊക്കെ നമുക്കങ്ങ് എടുത്ത് മാറ്റിക്കളഞ്ഞാൽ മതി. നല്ല സൈസ് മാത്രം എടുത്താൽ മതി. ആ വക്ക് കുറേ പുറത്ത് പോയാൽ അതൊക്കെ ആദ്യം വീണ്ടും കുഴച്ച് പരത്തേണ്ടത് കൊണ്ടാണ് ഞാനത് അങ്ങനെ മുറിക്കുന്നത്. ഇത് കട്ടി കുറഞ്ഞത് കൊണ്ടാണ് നമ്മൾ മുറിക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകുന്നത്. അതൊക്കെ നീർത്തെടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഈ സൈഡിലുള്ളതൊക്കെ നമുക്ക് എടുത്ത് മാറ്റി വീണ്ടും
കുഴച്ചിട്ട് അതിൻ്റെ കൂടെ ഉരുട്ടിയെടുത്ത് പരത്തിയാൽ മതി. ഇങ്ങനെ ഓരോ ഉരുളയും എടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. രണ്ടാമത്തെ ഉരുള വീണ്ടും ഞാനെടുത്ത് പരത്തുന്നുണ്ട്. നല്ലവണ്ണം കട്ടി കുറച്ച് പരത്തിയെടുക്കണം. അങ്ങനെ ഓരോന്നും ഉരുട്ടി പരത്തി ഞാനിത് മുറിച്ച് വെച്ചതാണത്. ഇനി ഇതും കൂടിയുണ്ട് അവസാനത്തേത്. അത് കത്തി കൊണ്ട് മുറിക്കുമ്പോൾ നീങ്ങിപ്പോകുന്നത് കൊണ്ട് ഞാൻ മിക്സിൻ്റെ അകത്തുള്ള അതെടുത്തിട്ട് മുറിച്ച് വെക്കുന്നത്. അതുകൊണ്ടാണ് റെഡിക്ക് മുറിച്ച് കിട്ടുന്നത്. അതാണ് അതെടുത്തത്. വക്കൊക്കെ ഇങ്ങനെ മുറിച്ച് മാറ്റുവാനൊക്കെ അതിനെക്കൊണ്ട് പെട്ടെന്ന് പറ്റുന്നുണ്ട്. ഇനി നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും ഡയമണ്ട് കട്ടായിട്ട് മുറിച്ച് കൊടുക്കാം. ഇപ്പോഴിങ്ങനെ മുറിച്ച് തിരിച്ച് ചെരിച്ച് മുറിച്ച് കൊടുത്താൽ മതി. നല്ല ഇതെല്ലാം ഓരോരുത്തരുടെ ഷേപ്പ് അനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും. ഇങ്ങനെ ഓരോന്നും ഫുള്ളും നമുക്ക് മുറിച്ചെടുക്കാം. എല്ലാ ഉരുട്ടയും മുറിച്ച് കഴിഞ്ഞ് നമുക്ക് പൊരിച്ചെടുക്കാൻ ഇതും കൂടിയാണ് മുറിച്ചെടുക്കാനുള്ളൂ. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക. കത്തിയെക്കാട്ട് എളുപ്പത്തിൽ ഇതിനെ കൊണ്ടാണ് എനിക്ക് മുറിക്കാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ പിന്നെ ഉപയോഗിച്ചത്. കത്തി കൊണ്ട് മുറിക്കുമ്പോഴാണ് നീങ്ങിപ്പോകുന്നത്. ഇതിനെ കൊണ്ട് മുറിക്കുമ്പോൾ റെഡിക്ക് നമുക്ക് മുറിച്ച് എടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു തളുവയിലും ഓരോരു പ്ലേറ്റിലും ഒക്കെയാണ് ഞാനിത് മുറിച്ച് വെച്ച് കൊടുത്തത്. പേപ്പറിലൊക്കെ വെച്ചാൽ പേപ്പറിൻ്റെ മഷിയൊക്കെ ഇതിലാവും. അതുകൊണ്ടാണ് തളുവയിലും പ്ലേറ്റിലും നമ്മളെ വലിയ ചോറ് ഒക്കെ ഇടുന്ന വലിയ പാത്രത്തിലൊക്കെ വെച്ച് കൊടുത്തത്. ഇനി അതിൻ്റെ വക്കൊക്കെ ഇങ്ങെടുത്ത് നമുക്ക് നടുവുള്ള ഷേപ്പിനുള്ള അനുസരിച്ച് നമുക്ക് ഓരോന്നും എടുത്ത് നമുക്കിങ്ങനെ മാറ്റാം. ഞാൻ ചപ്പാത്തി പല അതിൻ്റെ മുകളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് അതിൻ്റെ മുകളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിന് ഒരു തോർത്തിലാണ് വെച്ച് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ശക്തി കൊടുത്ത് പരത്തുമ്പോൾ ആ ചപ്പാത്തി പലക അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കളിക്കും. അതുകൊണ്ട് ഒരു തോർത്ത് വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തതാണ്. അതാണ് നിങ്ങൾ ഈ തോർത്ത് കാണുന്നത്. ഈ ഓരോന്നും മുറിച്ച് ഇങ്ങനെ ഞാൻ ഓരോ പ്ലേറ്റിലും തളുവയിലും ഇങ്ങനെ ഓരോ സൈഡിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാം. ഇനി വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചൂടായിക്കൊന്ന് നോക്കാൻ ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്കിങ്ങനെ ഓരോന്നും എടുത്ത് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് കൊള്ളുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ തീ വെച്ച് ചൂടാവാൻ ആക്കരുത്. കാരണം പഞ്ചസാര ഇട്ടത് കൊണ്ട് വെളിച്ചെണ്ണയിലിടുമ്പോൾ തന്നെ ചോന്ന് പോകും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും, എത്രയും കട്ടി കുറച്ച് ഇട്ടത് കൊണ്ട്. പിന്നെ ഈ പഞ്ചസാര 2 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ അധികം തീ കൂടുതൽ വെച്ചാൽ പഞ്ചസാരയും കൂടി ഉള്ളത് കൊണ്ട് ഇടുമ്പോൾ തന്നെ ചുവന്നിട്ട് പിന്നെ അത് ഭയങ്കര ഇതായിപ്പോവും. ഇപ്പോൾ ഞാൻ നല്ലൊരു കളറിലാണ് എടുക്കുന്നത്. നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന ആ കളറിലാണ് എടുക്കുന്നത്. ഈ ചിലരൊക്കെ വെള്ളയും മഞ്ഞയും ഒക്കെ കളറിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കാണാം. പക്ഷേ ആ വെള്ള കളറൊന്നും തിന്നാൻ വലിയൊരു ടേസ്റ്റ് കിട്ടലില്ല. അതുകൊണ്ടാണ് ഞാനിത് നല്ലൊരു മെറൂൺ കളറിൽ ആക്കി എടുത്തത്. അതിനാണ് ടേസ്റ്റ്. കടകളിൽ നിന്നൊക്കെ ഞങ്ങൾ മെറൂൺ കളർ നോക്കിയിട്ടാണ് പേക്കോടെ വാങ്ങിക്കൽ. അതിനൊരു ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് പെട്ടെന്ന് തന്നെ മെരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണിത് നിങ്ങൾ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ. അധികം ചൂട് കൂടിയാൽ വെളിച്ചെണ്ണയിലിടലും അപ്പാട് കറുത്ത് പോക്കുമായിരിക്കും. ഇത് നമുക്കിനി കോരി മാറ്റാനായിപ്പോയിട്ടുണ്ട്. ഇതാ കോരി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ നമുക്ക് ഓരോന്നിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണയിൽ കൊള്ളുന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നായിട്ട് വാരി ഇട്ട് കൊടുക്കരുത്, ഓരോന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അത് പൊരിയുമ്പോൾ മാറി വേറെ ഒട്ടിങ്ങി നിൽക്കും. വാരി ഇട്ട് കൊടുത്താൽ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് വേറെ പ്ലേറ്റിൽ ഇങ്ങനെ ഞാൻ നിവർത്തി വെച്ച് കൊടുത്തത്. ഇത് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കണം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വലിയവർക്കും അത്രക്കും ടേസ്റ്റാണ് ഇതിന്, ഒരു മധുരമൊക്കെ ഉള്ളത് കൊണ്ട്. ഇതിൽ ഞാൻ പഞ്ചസാര ലായനിയായി ഒഴിക്കുന്നില്ല. കാരണം ഇതിൽ ആദ്യം തന്നെ ഞാൻ അതിനനുസരിച്ച് മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ലായനി ഒഴിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കപ്പോ അരക്കപ്പോ നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണ്ടി നിങ്ങൾ എത്തിരിയാണ് പൊട്ടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ പകുതി വെള്ളവും ഒഴിച്ച് ഒരു
അല്പം ഒരു പരുവമാകുമ്പോൾ നമ്മൾ വിരൽ കൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ അല്പം അധികം കൂടിപ്പോകരുത്. ഒന്ന് ഒരു നൂല് ചെറുതായിട്ട് വലിയും പോലെയാണ് ആകും. കൂടിപ്പോയാൽ പിന്നെ കട്ട പൊടിച്ച് പോകും. അതുകൊണ്ട് അതുപോലെ ആ പരുവമാകുമ്പോൾ നിങ്ങൾ എടുത്ത് ഈ പൊട്ടിയപ്പം മരിച്ചിട്ട പൊട്ടിയപ്പത്തിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടൊന്നങ്ങ് കുലുക്കി കളഞ്ഞാൽ മതി. ഞാനൊരിക്കലും പഞ്ചസാര ലായനി ഒഴിക്കാറില്ല. ഞാനിങ്ങനെയാണ് കഴിക്കാറ്. ഇത് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് എല്ലാവരും എന്തായാലും ഇതുണ്ടാക്കിയിട്ട് കമൻ്റ് അറിയിക്കണം. ഇത് നമ്മുടെ പൊട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇത് നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് നിങ്ങൾക്ക് കടകളിൽ നിന്നൊക്കെ ഇടം മധുരമുള്ള കിട്ടുന്ന പൊട്ടിയപ്പമാണ്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല. ഇത് ഈ കളറിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത്. ഇനി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻ്റ് അറിയിക്കണം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണും വരെ ബായ്.